തള്ള ഇങ്ങോട്ട് വരുന്നുണ്ട്. വരട്ടോ. അവര് കാരണോ ദച്ചിലെടുത്ത് കപ്പല് മുങ്ങിയത്. അവർ ഈ കപ്പലിൽ കാലെടുത്ത് ഊന്നിയ ഈ കപ്പല് മുങ്ങും. നിങ്ങൾ എന്ത് മണ്ടത്തരമായി കാണിക്കുന്നത്? ആ തള്ള ഇങ്ങ് എത്തി കേട്ടോ. എന്റെ ദൈവമേ. പതുക്കെ പിടിച്ചെടുക്കും, പതുക്കെ പിടിച്ചെടുക്കും, പതുക്കെ പതുക്കെ ഇറക്കണേ. പതുക്കെ. ഈ ഫോട്ടോയിൽ കാണുന്ന ചെറുപ്പക്കാരനെ തള്ള ഇതിനു മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് ചാക്കോയല്ലേ, എന്റെ പഴയ ലൈൻ. പേര് ചാക്കോന്നാണെങ്കിലും ഞാൻ ചാക്ക് ചാക്കെന്നാ വിളിക്കുന്നേ. ഇതാണ് എന്റെ അപ്പൂപ്പൻ. എന്ന് ചോദിച്ചാ ഒരു ഏകദേശ ഉദ്ദേശം, അല്ലാതെ ഉറപ്പൊന്നും പറയാൻ പറ്റിയല്ല. അന്നെന്താ സംഭവിച്ചത്? അന്നൊരു കർക്കിടകം 1-ാം തീയതി ആയിരുന്നു. എന്നിട്ട് അന്നാണ് തച്ചിലേടത്ത് കപ്പല് നീറ്റിലിറക്കിയത്. തങ്കപ്പനാചാരി പണിത തച്ചിലേടത്ത് ചുണ്ടന് 142 അടിയായിരുന്നു നീളം. കപ്പലെന്ന് പറഞ്ഞാൽ അതാണ് കപ്പല് മോനെ. ഇതുപോലൊരു കപ്പല് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പച്ച കളറ്, വെള്ള കളറ്, നീല കളർ, അങ്ങനെ ഒരു കളർഫുൾ കപ്പലായിരുന്നു മോനെ. എന്താ ഉയരം, എന്താ നീളം, കണ്ടാലുണ്ടല്ലോ നമ്മുടെ ജോണിച്ചേട്ടന്റെ പറമ്പിന്ന് നമ്മുടെ ഹൈദ്രോസിന്റെ പറമ്പിൽ നിൽക്കണ തെക്കേറ്റത്ത് നിൽക്കണ പ്ലാവിന്റെ അവിടം വരെ ഉണ്ടാകും നീളം. ഞാനും എന്റെ വീട്ടുകാരൊക്കെ ഒരുമിച്ചാ കപ്പലിൽ കയറാൻ വന്നത്. അന്ന് എന്തായിരുന്നു എന്റെ ഗ്ലാമർ. കയ്യില് ഗ്ലൗസ്, കാലില് ചെരുപ്പ്, തലയില് തൊപ്പിയും പിന്നൊരു കെട്ടും. എന്നെ കണ്ടാൽ ആരും നോക്കും. ഞാൻ ആ കപ്പലങ്ങനെ നോക്കി നിന്നു. എന്റെ പുറകീന്ന് മാറാത്ത എന്റെ മുറക്കിറക്കൻ കോന്തൻ ഉണ്ടായിരുന്നു കൂടെ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് കപ്പലിൽ വെച്ച് കണ്ട ചാക്കോയാ, കൊച്ചിക്കാരൻ ചുള്ളൻ ചാക്കോ. ഹലോ, ഞാൻ ചാക്കോ. നിങ്ങൾ എന്താണ് ചാടിച്ചാകാൻ പോണത്? അതെ, എനിക്ക് ഇഷ്ടമില്ലാത്ത കല്യാണം എന്റെ വീട്ടുകാർ ഉറപ്പിച്ചു. എന്നാ നിന്നെ ഉമ്മ കിട്ടിക്കോളാന്നേ. സന്തോഷായ, എന്നാ ചാകാണ്ടി കേറി വന്നേ. എന്തൊരു ഭാരമാണ്. എന്താ ഇവിടെ? എടോ മരങ്ങോടാ, താൻ എന്തായി കാണിക്കുന്നത്? മാനവും മര്യാദയുള്ള ഒരു കപ്പലായത്. വേഗം പോലീസിനെ വിളിക്കണോ? നീ കൊച്ചിയിൽ കയറിയപ്പോ മുതൽ നിന്നെ ഞാൻ വാച്ച് ചെയ്യുക. നീ എന്തിനാണ് അവളെ കയറി പിടിച്ചത്? എന്താണ് നിന്റെ പേര്? പറയടാ. ചാക്കോയോ? നീ പെണ്ണുങ്ങളെ ചാക്കിലൊക്കെ നടക്കുന്നതാടാ. ഇവനെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല ശാന്ത. അതാ. അയ്യോ, ഈ ചാക്കോയോ? പുള്ളിക്കാരൻ എന്നെ രക്ഷിച്ച സമയത്ത് അറിയാതെ അങ്ങനെ കൈകൊണ്ടൊന്ന് കെട്ടിപ്പിടിച്ചു, അത്രേ ഉള്ളൂ. എന്നിട്ട് അല്ലാതെ പിന്നെ അങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്തുണ്ടല്ലോ, ഇങ്ങനെ ആണുങ്ങളിങ്ങനെ ഇങ്ങനെ അതിനെന്താ പറയാ, ഉമ്മ വെച്ചു. അല്ലാതെ വേറൊന്നും ചെയ്തില്ല കേട്ടോ. ആള് പാവാ. ഇവളാള് വിളഞ്ഞ വിത്താണല്ല. അപ്പൊ ഒരു ഉമ്മ വെച്ച പ്രശ്നമുള്ളൂ. എല്ലാരും പൊക്കോളൂ. എന്താണ് നീ പറഞ്ഞത്? ഒരു ഉമ്മ വെച്ച പ്രശ്നം മാത്രമുള്ളൂ അല്ലേ? അത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ച് നീ പറഞ്ഞപ്പോ തൊടി ഒരുങ്ങി പോയി. വൃത്തികെട്ടവളെ, നിന്റെ പുറത്തിറക്കലടിയാ. നിനക്കറിയാവോ, നിന്നോട് എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഒരു ഉമ്മ? കണ്ട പിച്ചക്കാർക്കൊക്കെ നീ ഉമ്മ കൊടുത്തിട്ട് ഇന്ന് വരെ നിനക്ക് എനിക്കൊരു ഉമ്മ വരാൻ തോന്നിയിട്ടുണ്ടോടി? അവന് ഉമ്മ കൊടുത്താൽ എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ നീ എനിക്കൊരു ഉമ്മ വന്നേ പറ്റുള്ളൂ. നിനക്ക് വരാൻ പറ്റുമോ? എനിക്കത് മതി. നിന്നോട് ആ മരം കോടൻ എന്താണ് പറഞ്ഞത്? പിന്നെന്താണ് പറയേണ്ടത്? പറയ്, എന്താണ് പറയേണ്ടത്? അങ്ങനെ കണ്ടവർക്കൊന്ന് വിളിച്ചാ മതി. നിന്റെ മുറത്തിറക്കനല്ലേ, അവനോട് പോകാൻ പറ. നിന്റെ ഈ സ്നേഹത്തിന് മുമ്പിൽ ഉമ്മ എന്താണ് തരേണ്ടത്? എനിക്കൊന്നും വേണ്ട, നമുക്ക് ഡാൻസ് കളിക്കാം. നിങ്ങ എന്ത് ഡാൻസ് ആണ് കളിച്ചത്? ഡാൻസ് എങ്ങനെ താഴെ 2 യുവമിതങ്ങളെ നോക്കണത്. എന്റെ അമ്മ എന്താടാ ഇത്?
ഷോ ഇവർക്കൊരു നാണോ ഇല്ലല്ലടാ ഇത്. എടാ, ഇതൊക്കെ നോക്കിന്ന് കഴിഞ്ഞാലേ കപ്പൽ വഴിക്കോ നീ അങ്ങോട്ട് മാറിക്കേ. ശരിയാ നമ്മള് കപ്പൽ ഓടിക്കാതെ ഇങ്ങനെയൊക്കെ എന്തൊരു തണുപ്പാ. എങ്ങനെയാണ് എന്റെ അമ്മേ ദൈവം എന്താടാ ഇത്? മഞ്ഞുമല. അയ്യോ മണിയടി, മണിയടി. ദൈവമേ. എന്റെ അമ്മോ എന്ത് പണ്ടാലോടാ ഈ വണ്ടി എന്റെ അമ്മോ അയ്യോ, ഓടിക്കോ. ദേ, ദേ, അയ്യോ. ദേ, ഇടിച്ചു. ദൈവമേ. അയ്യോ ഓയ്. എന്താ ഒരു കുലുക്കം? ഇതെന്താണ് പാറമടയെ കൂടിയാണ് കപ്പൽ ഓടിപ്പോണത്? ഐസാണ്, കുറച്ച് സർവത്തിലിട്ട് കുടിക്കായിരുന്നു. ആ സ്മോൾ ഉണ്ടായിരുന്നു, ഞാൻ കുടിക്കാറുണ്ട് കേട്ടാ. അയ്യോ. കപ്പിത്താന്റെ ശ്രദ്ധ പോയെന്നാ പറയുന്നേ. എങ്ങനെ പോകാണ്ടിരിക്കും? ആ പെണ്ണും ചെറുക്കനും കൂടെ അവിടെ ഉമ്മ വെച്ചത് അവര് നോക്കിയിരിക്കലായിരുന്നോ? ആ പെണ്ണിനെ ചെറുക്കനെ ഉടൻ തന്നെ കൈയോടെ പൊക്കണം. വലിയ കപ്പിത്താന് അതിന് അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ. നമ്മുടെ ചെറിയ കപ്പിത്താന്മാരുടെ പേരിലുണ്ട് കുറ്റം. അവര് പെണ്ണുങ്ങളുടെ വായി നോക്കി നിൽക്കാൻ പാടുണ്ടോ? അതെ സുമേഷ് പറഞ്ഞു കറക്റ്റാ. നമ്മളെ മനസ്സിലായില്ലട്ടാ. അടുക്കളയിലൊക്കെ വെള്ളം കയറിയെന്ന രാഘവൻ പറയുന്നത്. നമ്മളെ കാരണല്ലേ? ഞങ്ങൾ എന്തിനാ വിളിപ്പിച്ചേ? നിങ്ങൾ കാരണമാണ് കപ്പലിടിച്ചതെന്നാണ് കപ്പിത്താനോട് പറഞ്ഞത്. അതിലൊന്നാം പ്രതിയായ ചാക്കോയെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസുകാർ ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. അറസ്റ്റ് ചെയ്തോളൂ. നിങ്ങ എന്തറിഞ്ഞിട്ടാണ് ഈ പറയണത്? എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. മുറിച്ചെടുക്കൻ എന്താ മുഴുക്കിറുക്കായി കാണിക്കുന്നേ? ശാന്തി ഒന്ന് പറയടി. അവള് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അയ്യോ എന്റെ മുറിച്ചേട്ടാ, എനിക്ക് ചാക്കമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. എടി, അവൻ HIV പോസിറ്റീവാണ്. നീ അവനെ വിട്ടുകളഞ്ഞേക്ക്. നമ്മക്ക് എയ്ഡ്സ് ആണെന്നാ ശാന്തി അയാള് വെറുതെ പറയണാണ് കേട്ടാ. Shut up. ശാന്തി ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. നമ്മ ഒന്ന് കെട്ടിപ്പിടിച്ച് കിസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇത്ര വലിയ തെറ്റൊന്നുമല്ലല്ല. നമ്മ കെട്ടിപ്പിടിച്ച് കിസ് ചെയ്ത് നോക്കുന്ന കപ്പിത്താന്മാരല്ലേ കുറ്റക്കാര്. അതുകൊണ്ടല്ലേ കപ്പൽ പോയി ഇടിച്ചത്. തക്കമരാശാരി, താൻ എത്രയും പെട്ടെന്ന് കപ്പലിന്റെ മാപ്പ് ഒന്ന് കാണിച്ച് വിവരങ്ങളൊക്കെ ഒന്ന് വിശദീകരിച്ച് പറഞ്ഞതാ. ഇതാണ് കപ്പലിന്റെ മാപ്പ്. കോപ്പ്. അല്ല, ഞാൻ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഈ കപ്പൽ പണിയാൻ എന്നെ ഏൽപ്പിക്കുമ്പോ ഈ ഭാഗത്തെല്ലാം ഇരുമ്പ് കൊണ്ട് പണിയണമെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. എന്നിട്ട് നിങ്ങൾ എന്ത് വെച്ചാ പണിഞ്ഞത്? അയാളുടെ തോന്നിവാസം മറന്നു വെച്ചു. പോക്കർത്തരം പറയരുത്. ഏ അല്ല പിന്നെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേക്ക്. പറയൂ. ദാ ഈ ഭാഗത്തൊക്കെ നല്ല മരം കൊണ്ട് തന്നെ പണിതിരിക്കുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴേക്കും തേക്ക്, ഈട്ടി, വട്ട, കൊന്ന, കവുങ്ങ് ഇതൊക്കെ കൊണ്ടാ പണിതിരിക്കുന്നത്. ഇവിടെ എന്താ ശരി കാണുന്നത്? ആ ഭാഗത്ത് മരമില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോഴും പണിഞ്ഞിട്ടില്ല. എടി വൃത്തികെട്ടവളെ, നിങ്ങൾ രണ്ടുപേരും എന്താ കാണിച്ചത്? എന്ത് കാണിച്ചു? നിങ്ങൾ രണ്ടുപേര് കാരണം ഒരു കപ്പലിന്റെ മുഴുവൻ പേരുടെ ജീവിതം അപകടത്തിലാ. എക്സ്ക്യൂസ് മീ, കയറി വാഴോ. നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോടി. ഒരു സന്തോഷ വാർത്തയുണ്ട്. കപ്പല് മുങ്ങാൻ പോകുന്നു. മുങ്ങട്ടിടോ, നമ്മൾ മൂന്നാം പൊക്കം പോകും. കപ്പൽ മുങ്ങുന്നത് കാണാൻ ആഗ്രഹമുള്ള ആളുകൾ കപ്പലിന്റെ മുകളിൽ നിൽക്കേണ്ടതാണ്. മറിച്ച് രക്ഷപ്പെടണമെന്ന് താല്പര്യമുള്ളവർ ചെറിയ ബോട്ടിലേക്ക് കയറുക. ഇതെന്താ പരിപാടി ഇവിടെ? ഇതെന്താ പരിപാടി? അമ്മക്ക് പ്രസവേദന, മക്ക് വീണവായന. ഈ വഴിക്ക് പോയാൽ അങ്ങോട്ട് ഇതൊക്കെ വെള്ളമാണ്. നോക്കിക്കേ, എന്ത് ഭംഗി. പിന്നെ ഞാൻ എന്റെ കാമുകൻ ചാക്കോയെ കണ്ടിട്ടില്ല. എന്താ കടലിൽ മുങ്ങിപ്പോയോ? അത് പിന്നെ കടലിൽ മുങ്ങിപ്പോയതാണോ ഇനി വല്ല ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോ മുങ്ങിയതാണോ എന്നറിയില്ല.